നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം തിറയാട്ടം എന്ന അനുഷ്ഠാന കലാരൂപത്തെ പറ്റിയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ ക്ഷേത്രങ്ങളിലും തറവാട്ട് സ്ഥാനങ്ങളിലുമൊക്കെ കെട്ടിയാടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഈ തിറയാട്ടം. ഇത് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിലെ പോലെ തന്നെ ഈ കൂടിയാട്ടം അല്ലെങ്കിൽ മുടിയേറ്റ് അങ്ങനെ പലവിധ അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട്. കുത്തിയോട്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഈ തിറയാട്ടം. അപ്പോൾ തിറയാട്ടത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തെക്കൻ മലബാറിൻ്റെ തനത് കലാരൂപമാണ് ഈ തിറയാട്ടം. ദേവതകളുടെയും മൺമറഞ്ഞുപോയ വീരയോദ്ധാക്കളുടെയും കോലം കെട്ടിയാടുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറ എന്ന് തന്നെ പറയാം. പുരുഷന്മാർ മാത്രമേ ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളൂ. തിറയാട്ടത്തെ വെള്ളാട്ട് തിറ, ചാന്തു തിറ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. കേരളത്തിൽ തെക്കൻ മലബാറിലെ പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കാവുകളിലും തറവാട്ട് സ്ഥാനങ്ങളിലും വർഷം തോറും നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. ദേവപ്രീതിക്കായി കോലം കെട്ടിയാടുന്ന ചടുലവും വർണ്ണാഭവും ഭക്തി നിർഭരവുമായ ഗോത്ര കലാരൂപമാണിത്. നൃത്തവും അഭിനയക്രമങ്ങളും ഗീതങ്ങളും വാദ്യഘോഷങ്ങളും മുഖത്തെഴുത്തും മെയ്യെഴുത്തും ആയോധന കലയും അനുഷ്ഠാനങ്ങളും സമന്വയിക്കുന്ന ചടുലമായ ഗോത്ര കലാരൂപമാണ് തിറയാട്ടം. തനതായ ആചാരാനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും കലാപ്രകടനങ്ങളും തിറയാട്ടത്തെ മറ്റു കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ചൂട്ടുവെളിച്ചത്തിൽ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ കാവുമുറ്റങ്ങളിൽ അരങ്ങേറുന്ന ഈ ദൃശ്യവിസ്മയം തെക്കൻ മലബാറിൻ്റെ തനത് കലാരൂപമാണ്. തിറയാട്ടത്തിലെ വിചിത്രമായ വേഷവിധാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പ്രാക്തന കാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. മലബാറിലെ തെയ്യം, മധ്യകേരളത്തിലെ മുടിയേറ്റ്, തിരുവിതാംകൂറിലെ പടയണി, തുളുനാട്ടിലെ കോള എന്നീ അനുഷ്ഠാന കലാരൂപങ്ങളോട് തിറയാട്ടത്തിന് ചില സാദൃശ്യങ്ങളുണ്ട്. എന്നാൽ വള്ളുവനാടൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പൂതനും തിറയും എന്ന കലാരൂപവുമായി തിറയാട്ടത്തിന് ബന്ധമില്ല. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ കാവുകളിലാണ് തിറയാട്ടം നടത്തപ്പെടുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് തിറയാട്ട കാലം. ദേവതാ സങ്കല്പങ്ങളുള്ള മരക്കൂട്ടങ്ങളാണ് കാവുകൾ. പൗരോഹിത്യരഹിത ആരാധനാക്രമങ്ങളാണ് ഈ കാവുകളിൽ അനുവർത്തിച്ചു വരുന്നത്. ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളുടെ മിശ്രണം കാവാചാരങ്ങളിലും തിറയാട്ടത്തിലും പ്രകടമാണ്. വൃക്ഷാരാധന, നാഗാരാധന, പ്രകൃതി ആരാധന, വീരാരാധന, മലദൈവ സങ്കല്പങ്ങൾ, പ്രാദേശിക ദൈവസങ്കല്പങ്ങൾ മുതലായ പ്രാചീന ആചാരക്രമങ്ങൾ കാവുകളിലും തിറയാട്ടത്തിലും അനുവർത്തിച്ചു വരുന്നു. ഇവിടെ ജാതി വ്യവസ്ഥയും പൗരോഹിത്യവും പ്രബലമായിരുന്നപ്പോഴും കാവുകളിലെ തിറയാട്ടം അടിയാളവർഗത്തിൻ്റെ സത്വബോധത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് ആത്മാവിഷ്കാരത്തിനും സാമൂഹ്യ വിമർശനത്തിനുമുള്ള ഉത്തമ വേദിയായി നിലകൊള്ളുന്നു. പെരുമണ്ണാൻ വണ്ണാൻ സമുദായത്തിനാണ് തിറ കെട്ടിയാടുന്നതിനുള്ള അവകാശം പരമ്പരാഗതമായി ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പാണർ, ചെറുമർ സമുദായങ്ങളും തിറ കെട്ടിയാടുന്നുണ്ട്. പുരുഷന്മാർ മാത്രമേ ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളൂ. തിറയാട്ടത്തെ വെള്ളാട്ട് തിറ, ചാന്തുതിറ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. പകൽ വെളിച്ചത്തിൽ നടത്തുന്നതാണ് വെള്ളാട്ട്. രാത്രിയിൽ ചൂട്ടുവെളിച്ചത്തിൽ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ തിറക്കോലങ്ങൾ ചടുല നൃത്തമാടുന്നു. മൂർത്തികളുടെ ബാല്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് വെള്ളാട്ടുകോലങ്ങൾ. അതുപോലെ തിറക്കോലങ്ങൾ യൗവനത്തെയും ചാന്തുതിറ വാർദ്ധക്യത്തെയും സൂചിപ്പിക്കുന്നു. പുരാവൃത്തപ്രകാരമുള്ള ദേവതകൾക്കും പ്രാദേശിക ദൈവസങ്കല്പത്തിലുള്ള ദേവതകൾക്കും കുടിവെച്ച മൂർത്തികൾക്കും തിറകെട്ടാറുണ്ട്. ലളിതമായ ചമയങ്ങളാണ് വെള്ളാട്ടിനുള്ളത്. വർണ്ണാഭമായ ചമയങ്ങളും ചടുലമായ നൃത്തവും തിറയുടെ പ്രത്യേകതയാണ്. ലളിതമായ വേഷവിധാനമാണ് ചാന്തുതിറയ്ക്കുള്ളത്. മലദൈവക്കാവുകളിൽ മാത്രമേ ചാന്തുതിറ അല്ലെങ്കിൽ ചാന്താട്ടം നടത്താറുള്ളൂ. ഓരോ കോലങ്ങൾക്കും പ്രത്യേകം മുഖത്തെഴുത്തും മേലെഴുത്തും നിഷ്കർഷിച്ചിരിക്കുന്നു.
പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ടാണ് കോലങ്ങളുടെ നിർമ്മാണം. ഇതിനായി കുരുത്തോല, പാള, മുള, ചിരട്ട, തടി എന്നിവ ഉപയോഗിക്കുന്നു. തിറയാട്ടത്തിൽ ചെണ്ട, ഇലത്താളം, തുടി, പഞ്ചായുധം, കുഴൽ എന്നീ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. കോലങ്ങൾ ആട്ടത്തിനിടയിൽ കളരിപ്പയറ്റിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പ്രതീകാത്മക ആയുധങ്ങൾ ഉപയോഗിച്ച് ചുവടുകൾ വയ്ക്കുന്നു. കരുമകന് കുന്തം, കരിവില്ലിന് അമ്പും വില്ലും, ഭഗവതിക്ക് പള്ളിവാൾ, വീരഭദ്രന് വെൺമഴു, മൂർത്തിക്ക് ദണ്ഡും പരിചയും എന്നിങ്ങനെ പ്രതീകാത്മക ആയുധങ്ങൾ നൽകിയിരിക്കുന്നു. ചൂട്ടുകളിക്കൊപ്പമാണ് തിറക്കോലങ്ങൾ ചടുല നൃത്തം ചെയ്യുന്നത്. ഇരു കൈകളിലും കത്തിച്ച ചൂട്ടുമായി മേളത്തിനൊപ്പം താളാത്മകമായി നൃത്തവും ആയോധനമുറകളും പ്രദർശിപ്പിക്കുന്നതാണ് ചൂട്ടുകളി. ഓരോ തിറകൾക്കും പ്രത്യേകം തോറ്റങ്ങളും അഞ്ചടികളും നിലവിലുണ്ട്. ദേവതകളുടെ പുരാവൃത്തം സുദീർഘമായി തോറ്റങ്ങളിൽ പ്രതിപാദിക്കുന്നു. ദേവതകളുടെയും കുടിവെച്ച മൂർത്തികളുടെയും പുരാവൃത്തം ആറ്റിക്കുറുക്കിയതാണ് അഞ്ചടി. തിറയാട്ടത്തിൽ മാത്രമുള്ള ഗീതങ്ങളാണ് അഞ്ചടികൾ. പ്രാസഭംഗിയും ആലാപന മികവും അഞ്ചടികളെ ശ്രദ്ധേയമാക്കുന്നു. തിറയാട്ടത്തിലെ പ്രധാന കോലങ്ങൾക്കെല്ലാം ശക്തമായ പുരാവൃത്തത്തിൻ്റെ പിൻബലമുണ്ട്. പ്രധാന കോലമായ ഭഗവതി ദാരികവധം ഇതിവൃത്തമാക്കിയാണ് കെട്ടിയാടുന്നത്. ഉത്തര മലബാറിലെ തെയ്യം തിറയാട്ടമായി പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. തിറയാട്ടം തെയ്യത്തിൽ നിന്ന് ഏറെ വേറിട്ട തനത് രീതികളുള്ള മറ്റൊരു അനുഷ്ഠാന കലാരൂപമാണ്. തിറയാട്ടത്തിൽ കോലങ്ങളുടെ പൂർണ്ണതയ്ക്കും വൈവിധ്യത്തിനും കാരണമാകുന്ന പ്രധാന ഘടകം ചമയങ്ങളാണ്. മുഖത്തെഴുത്ത്, മേലെഴുത്ത്, ഉടയാടകൾ, തലച്ചമയങ്ങൾ, മെയ്ച്ചമയങ്ങൾ, അരച്ചമയങ്ങൾ, കൈകാൽ ചമയങ്ങൾ, മുടികൾ, ആയുധങ്ങൾ എന്നിവ തിറയാട്ടത്തിലെ ചമയ സമുച്ചയങ്ങളിൽ പെടുന്നു. ഓരോ കോലങ്ങൾക്കും ഉപയോഗിക്കേണ്ട ചമയങ്ങൾ ക്രമപ്രകാരം നിഷ്ഠയോടെ ധരിപ്പിക്കുന്നു. തിറയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിറയാട്ടത്തിൽ വാദ്യങ്ങൾക്ക് പ്രമുഖ സ്ഥാനം നൽകിയിരിക്കുന്നു. ചെണ്ട, ഇലത്താളം, തുടി, പഞ്ചായുധം, കുറുങ്കുഴൽ എന്നിവയാണ് വാദ്യങ്ങൾ. ചെണ്ടയുടെ ദ്രുത താളത്തിനൊപ്പം ചടുല നൃത്തം ചെയ്യുന്ന കോലങ്ങൾ കാണികളിൽ ആവാച്യമായ അനുഭൂതി ഉളവാക്കുന്നു. തിറയാട്ടത്തിന് ഉപയോഗിക്കുന്ന ഗീതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചടികളും തോറ്റങ്ങളും തിറയാട്ടത്തിലെ പ്രധാന ഗീതങ്ങളാണ്. കൂടാതെ പൊലിച്ചുപാടൽ എന്ന ഒരു ചടങ്ങും ഉണ്ട്. തിറയാട്ടത്തിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗോത്രകലയായ തിറയാട്ടത്തിൽ അനുഷ്ഠാനങ്ങൾക്ക് വലിയ ധർമ്മമാണുള്ളത്. ഇരുന്നു പുറപ്പാട്, കാവിൽ കയറൽ, പൂവും നാരും, കൈയിഷ്ടമെടുക്കൽ, വില്ലികളെ കെട്ടൽ, വെട്ടും വെളിച്ചപ്പാടും, ഊണാശാരം, ഊൺ തൊട്ട് കാവുണർത്തൽ, അണിമറ പൂജ, ഓടകുഴിക്കൽ, തിരുനെറ്റി പതിക്കൽ, കലശമെഴുന്നള്ളത്ത്, കലശാട്ടം, ഗുരുതി തർപ്പണം, ചാന്താട്ടം, കുടികൂടൽ എന്നിവ കാവുകളിലെ ഉത്സവത്തിനുള്ള പ്രധാന അനുഷ്ഠാനങ്ങളാണ്. തിറയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം കാവിലെ ആരാധനാമൂർത്തിയുടെ പ്രതിപുരുഷനാണ് കോമരം അല്ലെങ്കിൽ വെളിച്ചപ്പാട്. ഭഗവതിയുടെ കോമരത്തിനാണ് പ്രാധാന്യം കൂടുതൽ. മലദൈവങ്ങൾക്കും കോമരങ്ങളുണ്ട്. കാവിൻ്റെ അവകാശികളായിരിക്കും മിക്കവാറും കാവുകളിൽ കോമരമായി മാറുന്നത്. ഇവരെ വീട്ടുകോമരം എന്ന് വിളിക്കുന്നു. കാവിൽ കുടിയിരുത്തിയിരിക്കുന്ന ദേവതകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൽപ്പനയിലൂടെ ഭക്തരെ അറിയിക്കുകയും ഭക്തരുടെ സങ്കടങ്ങൾക്ക് നിവൃത്തി നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് കോമരങ്ങളാണ്. ഇവരെ കൂടാതെ ഉത്സവ ദിവസം ആവേൻ, ചോപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോമരങ്ങൾ കാവിലുണ്ടായിരിക്കും. തിറയാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഓരോ ഘടകങ്ങളെ ആസ്പദമാക്കിയും ഒരുപാട് പറയുവാനുണ്ട്. പക്ഷേ തിറയാട്ടത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം അല്ലെങ്കിൽ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.